അലം ബ്രദറെ, ആശ്രമം സ്ഥാപിച്ചതോടെ എല്ലാം എളുപ്പമായി എന്ന് പലരും കരുതി. പക്ഷേ അപ്പോഴാണ് യഥാർത്ഥ പോരാട്ടം ആരംഭിച്ചത്. ആശ്രമത്തിന് ചുറ്റും കൃഷിയിടം മാത്രമല്ലായിരുന്നു, മറിച്ച് വന്യമൃഗങ്ങളുടെ സാമ്രാജ്യമായിരുന്നു അത്. അതെ, സൂര്യപ്രകാശം പോലും കടക്കാത്ത ഒരു കാടിനെ വൃത്തിയാക്കി മനുഷ്യവാസത്തിനും കൃഷിക്കും അനുയോജ്യമാക്കുക എന്നത് ഒരു അസാധാരണമായ ദൗത്യമായിരുന്നു. ഓരോ മരവും വെട്ടിമാറ്റുന്നത് വെറുമൊരു അധ്വാനം മാത്രമല്ല, ഒരു സ്വപ്നത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. 3-4 ഏക്കറിൽ ആരംഭിച്ച കൃഷി പിന്നീട് 60 ഏക്കറിലേക്ക് മാറി. പക്ഷേ അതിനൊപ്പം വെല്ലുവിളികളും ഉണ്ടായിരുന്നു. പന്നികൾ, മ്ലാവുകൾ, കടുവകൾ, കാട്ടാനകൾ ഇവയെല്ലാം കൃഷിയുടെ ശത്രുക്കളായി മാറി. രാത്രിയോടെ നീണ്ട മണിക്കൂറുകളിൽ ഇടവിട്ട് കാവൽ നിൽക്കുന്ന സന്യാസിമാർ കൃഷിയെ മാത്രമല്ല കാത്തത്, ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെ കൂടിയാണ്. പ്രാർത്ഥിക്കുന്ന അതേ കരങ്ങൾ മണ്ണിൽ ഉഴുതു എന്നത് ബഥനിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു രാത്രി കടുവ ആശ്രമ പരിസരത്ത് എത്തിയ സംഭവം ഇതിന്റെ തെളിവാണ്. ആ സമയത്ത് ഭയന്ന് ഓടിപ്പോകാതെ പ്രാർത്ഥനയോടെ ധൈര്യം സംഭരിച്ച് അവർ ആ രാത്രി അതിജീവിച്ചു. അത് മാത്രമല്ല, കാട്ടുതീയും കൃഷിയെ വിഴുങ്ങുവാൻ ശ്രമിച്ചു. വർഷങ്ങളുടെ അധ്വാന ഫലം കൺമുൻപിൽ കത്തി അമരുമ്പോഴും അവർ പ്രത്യാശ കൈവിട്ടില്ല. കാരണം അവരുടെ വിശ്വാസം വിളവിലല്ലായിരുന്നു, ദൈവത്തിലായിരുന്നു. റബ്ബർ, കുരുമുളക്, വാഴ, കപ്പ, ചേന, അതോടൊപ്പം തെങ്ങ് തുടങ്ങിയ അനേകം കൃഷികൾ അവർ പരീക്ഷിച്ചു. സാമ്പത്തിക ലാഭം കുറവായിരുന്നെങ്കിലും ആശ്രമത്തിന്റെയും അനാഥ കുട്ടികളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അത് അവരെ വലിയ തോതിൽ സഹായിച്ചു. ഇവിടെ മറ്റൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. സന്യാസ ജീവിതം പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ജോലി തന്നെ പ്രാർത്ഥനയാകുമ്പോഴാണ് ആത്മീയത ജീവിതമാകുന്നത്. മണ്ണിൽ വിയർപ്പ് വീഴ്ത്തുന്നതും ഒരു പ്രാർത്ഥനയായി അവർ കണ്ടു. ഈ മണ്ണിൽ അവർ വിതച്ചത് വിത്ത് മാത്രമായിരുന്നില്ല, വിശ്വാസവും പ്രത്യാശയും സമർപ്പണവുമായിരുന്നു. അതേ ജോൺസൺ ബ്രദർ, ഓരോ വിയർപ്പ് തുള്ളിയും ഒരു പ്രാർത്ഥനയായി മാറി, ഓരോ കൃഷിയിടവും ഓരോ സുവിശേഷ സാക്ഷിയുമായി മാറി. നാടിനെ കൃഷിഭൂമിയാക്കി മാറ്റിയതുപോലെ മനുഷ്യഹൃദയങ്ങളെയും ദൈവത്തിന്റെ സ്നേഹഭൂമിയാക്കി മാറ്റുക എന്നതായിരുന്നു ബഥനിയുടെ യഥാർത്ഥ ദർശനം. അതുകൊണ്ട് തന്നെ ബഥനിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികൾ ദൗത്യത്തെ തടയുന്നില്ല, അവ ദൗത്യങ്ങൾക്ക് ശക്തിയേകുന്നു എന്നതാണ്. ദൈവവിളി സ്വീകരിക്കുന്നവർ സൗകര്യങ്ങളുടെ വഴിയിലൂടെയല്ല നടക്കുന്നത്, വിശ്വാസത്തിന്റെ വഴിയിലൂടെയാണ് അവർ ചരിത്രം സൃഷ്ടിക്കുന്നത്. നമ്മുടെ കൈകളിൽ അധ്വാനവും ഹൃദയത്തിൽ പ്രാർത്ഥനയും ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് വലിയ കാടിനെയും നമുക്ക് പ്രത്യാശയുടെ ഒരു പൂന്തോട്ടമാക്കി മാറ്റാൻ സാധിക്കും. അതാണ് ബഥനി നമ്മെ ഏൽപ്പിക്കുന്ന ദർശനം. സ്നേഹത്തോടെ സേവിക്കുക, വിശ്വാസത്തോടെ അധ്വാനിക്കുക, പ്രത്യാശയോടെ മുന്നേറുക. വിത്തുകൾ മണ്ണിൽ വീണ് വളരുന്നത് പോലെ ഈ മഹത്തായ ദർശനങ്ങൾ നമ്മുടെ ഹൃദയത്തിലും വേരുറയ്ക്കട്ടെ. ദൈവത്തിനായി വിളിക്കപ്പെട്ട ജീവിതം ഒരിക്കലും നിഷ്ഫലമാകുന്നില്ല. തലമുറകളെ പ്രകാശിപ്പിക്കുന്ന അനുഗ്രഹമായി മാറും എന്നത് ഉറപ്പാണ്.